നമസ്കാരം. കൊച്ചി പഴയ കൊച്ചിയല്ല. നൈറ്റ് ലൈഫിന്റെയും ആഡംബരങ്ങളുടെയും ലഹരിയുടെയും ഉന്മാദങ്ങളിൽ ഉല്ലസിക്കുന്ന കൊച്ചി. ഇടുക്കിയുടെയും കോട്ടയത്തിന്റെയും മലപ്പുറത്തിന്റെയും കണ്ണൂരിന്റെയും ഒക്കെ മലയോരങ്ങളിൽ നിന്നും കൊച്ചിയിലേക്ക് എത്തുന്ന പുതുതലമുറ അവരുടെ ജീവിതം ആഘോഷമാക്കുകയാണോ? പെട്ടെന്ന് കിട്ടുന്ന സ്വാതന്ത്ര്യത്തിൽ മതിമറന്ന് പോകുന്നുവോ നമ്മുടെ യുവത്വം? കൊച്ചി ലഹരിയുടെ ഹബ്ബായി മാറുകയാണോ? കാക്കനാടും പാലാരിവട്ടവും തോപ്പുംപടിയും മട്ടാഞ്ചേരിയും ഇടക്കൊച്ചിയും ഫോർട്ട് കൊച്ചിയും ഉൾപ്പെടുന്ന കൊച്ചി എന്ന അറബിക്കടലിന്റെ റാണിയെ ലഹരി വിഴുങ്ങിയിരിക്കുകയാണോ? പ്രിയ പ്രേക്ഷകർക്ക് ഷെക്കേന ന്യൂസ് ഇൻവെസ്റ്റിഗേഷനിലേക്ക് സ്വാഗതം. കൊച്ചിയുടെ തീരങ്ങളിലൂടെ, ഗ്രാമങ്ങളിലൂടെ, പട്ടണങ്ങളിലൂടെ യാത്ര ചെയ്ത് കണ്ടും അറിഞ്ഞും റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുകയാണ് ഷെക്കേന ന്യൂസ് പ്രതിനിധി ജാക്സൺ തോട്ടുങ്കൽ. കൊച്ചിയുടെ പ്രാന്തപ്രദേശങ്ങളായ മട്ടാഞ്ചേരി, ഫോർട്ട് കൊച്ചി, മറൈൻ ഡ്രൈവ്, അതേപോലെ പാലാരിവട്ടം പാലത്തിൻ്റെ അടിഭാഗം, കടവന്തറ, വൈറ്റില തുടങ്ങിയ കളമശ്ശേരി, ഇടപ്പള്ളി, പെരുമ്പാവൂര്, ആലുവ തുടങ്ങിയ പ്രദേശങ്ങളിലൊക്കെ മയക്കുമരുന്നുകാരുടെയും കഞ്ചാവ് കച്ചവടക്കാരുടെയും ഇടത്താവളമായി മാറുന്നു. ഇതിനെക്കുറിച്ച് അന്വേഷിക്കുകയാണ് ഷെക്കീന ന്യൂസ്. കൊച്ചിയെ ലഹരി വിഴുങ്ങിയോ? അല്ല, വിഴുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് എന്നതാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. കോളേജ് ക്യാമ്പസുകളിൽ നിന്നും ഹോസ്റ്റലുകളിൽ നിന്നും മാരക ലഹരി വസ്തുക്കൾ പോലീസ് പിടികൂടിയിരിക്കുകയാണ്. ഉച്ചയൂണിന് അതിരുചിക്കായി അച്ചാർ എന്ന പോലെ ആഘോഷങ്ങൾക്ക് രുചി പകരാൻ മാരക മയക്കുമരുന്നുകൾ വേണ്ടെന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് യുവജനങ്ങൾ. ലഹരി കീഴടക്കിയ വിദ്യാർത്ഥികളെ കുറിച്ചുള്ള കണക്ക് അതിഭീകരമാണ്. ലഹരിക്കെതിരെ പ്രവർത്തിക്കുകയും പഠിക്കുകയും ചെയ്ത അഡ്വക്കേറ്റ് ചാർലി പോൾ പറയുന്നത് ഞെട്ടിക്കുന്ന ചില സത്യങ്ങളാണ്. കേരളം ഇന്ന് ഒരു അപായ മുനമ്പിലാണെന്ന് വേണമെങ്കിൽ പറയും. കാരണം രാസലഹരികൾ കേരളത്തെ കാർന്നു തിന്നുകയാണ്. യുവതലമുറയുടെ തലച്ചോറിനെയാണ് രാസലഹരികൾ ബാധിക്കുന്നത്. തലച്ചോറിനെ ബാധിക്കുന്ന ഒരു വിഷയത്തിൽ നിന്ന് രക്ഷപ്പെടുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. ഇപ്പോൾ കൊച്ചിയിൽ നിന്നുകൊണ്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇത് മറൈൻ ഡ്രൈവാണ്. കൊച്ചിയെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഈ രാസലഹരികൾ 10ൽ 2 വിദ്യാർത്ഥികളെ ബാധിച്ചു കഴിഞ്ഞു. അത്രമേൽ വ്യാപകമായിട്ടാണ് രാസലഹരികളുടെ പ്രവർത്തനം നമുക്ക് കാണാൻ കഴിയുക. ഇപ്പോൾ ഇന്ത്യയിൽ പഞ്ചാബിനെയാണ് ആദ്യമായിട്ട് രാസലഹരി പിടികൂടിയത്. അവിടെ വിദ്യാലയങ്ങളിൽ 10ൽ 7 ആൺകുട്ടികളും 10ൽ 6 പെൺകുട്ടികളും ലഹരിക്ക് അടിമപ്പെട്ട അവസ്ഥയാണ് ഉണ്ടായത്. പഞ്ചാബിനെ അല്ലെങ്കിൽ പഞ്ചാബിൻ്റെ യുവതലമുറയെ തകർത്ത് കളഞ്ഞു. ഇന്നിപ്പോൾ അവിടെ പഞ്ചായത്ത് തോറും ഡി അഡിക്ഷൻ കേന്ദ്രങ്ങളാണ്. പിന്നെ സമാനമായ രീതിയിലാണ് കേരളത്തിൽ രാസലഹരികൾ പടരുന്നത്, വ്യാപകമാകുന്നത്. ലഹരി തലയ്ക്ക് പിടിച്ച് അമ്മയെ കഴുത്തറുത്തു കൊന്ന യുവാവും പാതിരാത്രിയിൽ ലഹരി അന്വേഷിച്ച് കാതങ്ങൾ താണ്ടിയ 10 വയസ്സുകാരനും കേരളത്തിന്റെ മനസ്സാക്ഷിയെ ഞെട്ടിക്കുക തന്നെ ചെയ്തു. ലഹരി തലയ്ക്ക് മൂത്ത് കഴിയുമ്പോൾ അമ്മമാർക്ക് ഒരു വിലയുമില്ലെന്നും മക്കളെ പേടിച്ച് വീടിനുള്ളിൽ കഴിയേണ്ട സാഹചര്യമാണെന്നും കൊച്ചിയിലെ ഒരു വീട്ടമ്മ പറയുമ്പോൾ അത് കേരളത്തിന്റെ തന്നെ പരിച്ഛേദനമായി മാറുകയാണ്. നമ്മൾ ഉണ്ടാക്കുന്നതിനെ പിടിക്കാണ്ട് കുടിക്കുന്നതിനല്ല പിടിക്കേണ്ടത്, ഉണ്ടാക്കുന്നതിനെ പിടിക്കുക. ഉണ്ടാക്കണത് അവർ പാവങ്ങൾ കുടിച്ചാകണ്, അത്രേ ഉള്ളൂ. ഇവിടെ എന്താ നടക്കണത്? ഏതെങ്കിലും കുടുംബത്തിൽ വല്ല സമാധാനം ഉണ്ടാ? പണ്ട് കാലത്ത് നമ്മളൊക്കെ കേട്ടിരുന്നത് പേപ്പറിലും വല്ല ടി വിയിലൊക്കെയാണ്. ഇപ്പം നമ്മുടെ വീടിൻ്റെ ഉള്ളിലേ സ്വന്തം മക്കളെ പേടിക്കേണ്ട ഒരു കഷ്ടകാലത്തും പോലെ എന്നിട്ട് പറയുന്ന കഷ്ടകാലമല്ല. നമ്മുടെ മുലപ്പാൽ കൊടുക്കുമ്പോൾ എന്തെങ്കിലും കഥയും കൂടി അമ്മ പറഞ്ഞു ഒന്ന് കൊടുക്കണം. ഏതമ്മമാരും പറഞ്ഞു കൊടുക്കണം നല്ലതാണ്. ദാരിദ്ര്യത്തെക്കുറിച്ച് കടം പേടിച്ചൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ കിട്ടാതെ വരുമ്പോൾ അമ്മമാരെ തന്നെ കൊല്ലുള്ളൂ. ഖജനാവ് കൊള്ളയടിച്ച് അഴിമതി കാട്ടിയെന്ന പേരിൽ മുൻ മന്ത്രിയെ 1ാം പിണറായി സർക്കാർ ക്രൂശിച്ച പാലാരിവട്ടം പാലം. ഇവിടെ പലയിടങ്ങളും ലഹരിയും മദ്യപാനവും നുരഞ്ഞു പൊങ്ങുന്നുണ്ട്. ബന്ധങ്ങളെ ഇല്ലാതാക്കുന്ന യുവതകൾ വിലസുന്ന പാലാരിവട്ടം ഈ പാലത്തിനടിയിൽ കുറെ ബൈക്കുകളും വെച്ചിട്ടുണ്ട്.
ഇരുളടഞ്ഞതും വിജനവുമായ ഈ സ്ഥലം ആയതിനാലും പാതിരാത്രി മുതൽ നേരം വെളുക്കും വരെ യുവതി യുവാക്കൾ ഇവിടെ തമ്പടിക്കുന്നു എന്ന് ആളുകൾ പറയുന്നു. മദ്യം മുതൽ ഭീകര മയക്കുമരുന്നുകൾ പോലും ഇവിടങ്ങളിൽ സുലഭമായി ലഭ്യമാണ്. പാലാരിവട്ടം വൈറ്റില റൂട്ടിൽ ധാരാളം ജ്യൂസ് കടകളും തട്ടുകടകളും യുവതി യുവാക്കൾക്കായി തുറന്നു പ്രവർത്തിക്കുന്നുണ്ട്. ഇതിൽ ഏറിയ പങ്കും ഇതര സംസ്ഥാനക്കാരാണ് നടത്തിപ്പുകാർ. നാട്ടുകാരുടെ കടകൾ ഒരു 9 മണിയാകുമ്പോൾ അടയ്ക്കും. പിന്നെ ആസാം, ബംഗാൾ, UP തുടങ്ങിയവരുടെ കയ്യിലാണ് പാലാരിവട്ടം. ലഹരി ഉപയോഗിച്ചതിന് ശേഷം ജ്യൂസുകൾ കഴിച്ചാൽ ഉന്മാദം കൂടുമെന്നാണ് പറയപ്പെടുന്നത്. ലഹരി ഉപയോഗിക്കുന്നവർക്ക് വീണ്ടും പ്രോത്സാഹനം നൽകുന്നതാണ് ഇതുപോലുള്ള ചെറു സ്ഥാപനങ്ങൾ. ഇവ നിയന്ത്രിക്കപ്പെടണമെന്നും അഭിപ്രായങ്ങൾ ഉയരുന്നു. പട്ടാപ്പകൽ പോലും പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികൾ ഔട്ട്ലെറ്റുകളിൽ നിന്നും മദ്യം വാങ്ങുന്നു എന്നത് നമ്മുടെ കൊച്ചു കേരളത്തെ അമ്പരിപ്പിക്കുന്നു. പ്രായപൂർത്തിയാത്ത പെൺപിള്ളേര് മദ്യം മേടിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. ബിവറേജിൽ വന്ന് മദ്യം മേടിക്കുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം 3 പെൺപിള്ളേർക്ക് മദ്യം മേടിച്ചോ ഞാൻ ചോദിച്ചു, എൻ്റെ പൈസ ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, മോളെ എനിക്ക് തരുമെന്ന് വെച്ചപ്പോൾ അവൾ ചോദിച്ച ചോദ്യം നമ്മോ എൻ്റെ ഫ്രണ്ട്സിൻ്റെ പിന്നെ ബർത്ത്ഡേ പരിപാടിയാണ്, അപ്പോൾ എനിക്ക് മദ്യം മേടിച്ച് പരിപാടിയാണെന്ന് വെച്ചു. ഞാൻ എനിക്ക് പൈസ കഴിക്കണം, ഞാൻ മദ്യപാനിയാണ്, എനിക്ക് ലഹരി വേണം. അപ്പം ഞാൻ പെണ്ണ് കേസ്, കളവേസിൽ, കഞ്ചാവ് കേസിൽ ഈ മണിയൻ ചേട്ടൻ നിൽക്കില്ല. ഞാൻ കേരളത്തിലെ ആദ്യത്തെ ശിവക്ഷേത്ര മ്യൂസിയം ഓഫീസറാണ്. ഹയാത്തിൽ എല്ലായിടത്തും കൊടുത്തത്. എൻ്റെ കൂട്ടുകാരെല്ലാം പോലീസുകാരാണ്. എല്ലാം ഒരാളും തല്ലുപിടുത്തതൊന്നും ഞാൻ പോകില്ല. അപ്പോൾ വന്ന് പറഞ്ഞപ്പോൾ പെങ്കൊച്ച് എത്രയാണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു 30 രൂപ. അവൾ കണക്ക് കറക്റ്റായിട്ട് പറഞ്ഞു, ചേട്ടേ ക്വാർട്ടർ വേണോ, അര വേണോ, പൈൻറ്റ് വേണമെന്ന് ചോദിച്ചു. നാടിൻ്റെ വികസനം അത് അത്യാവശ്യമാണ്. കൊച്ചി മെട്രോ സിറ്റിയായി വളർന്നപ്പോൾ കൂടെ വളർന്നത് വൻ ലഹരി മാഫിയകളും. ഉറവിടം കണ്ടെത്തി നശിപ്പിച്ചെങ്കിൽ മാത്രമേ ലഹരി ഇല്ലാത്ത ഒരു നാട് എന്നത് സംഭവിക്കൂ എന്നാണ് ഓട്ടോ തൊഴിലാളികളുടെ അഭിപ്രായം. എറണാകുളം സിറ്റിയിൽ ഈ MDMA ഇതേ ഉപയോഗിക്കണ ഏജൻറ്റിനെ ശരിക്കും പറഞ്ഞാൽ ഇവിടെ നിന്ന് നമ്മൾ തുടച്ച് നീക്കണം. അതല്ലെങ്കിൽ നമ്മുടെ പിള്ളേർക്ക് ഭയങ്കരമായ ആപത്തിലോട്ടാണ് പോണത്. കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ മക്കളാണെങ്കിലും മറ്റുള്ള മക്കളെ നമ്മളെ മക്കളെ പോലെ തന്നെ കണ്ടുവേണം നമ്മൾ ഇവരെ പറഞ്ഞ് മനസ്സിലാക്കാനും. നമ്മുടെ ഈ എറണാകുളം സിറ്റി എന്നല്ല, ഈ രാജ്യത്ത് നിന്ന് തന്നെ MDMA പോലുള്ള വിഷകരമായിട്ടുള്ള ഇതിനെ തുടച്ച് നീക്കുക തന്നെ ചെയ്യണം. ശക്തമായിട്ടെന്ന് പറഞ്ഞാൽ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് നല്ല ഇതുണ്ട്. കാരണം അവരിപ്പം മുന്നിട്ടിറങ്ങാണ്ട് ശക്തമായിട്ട് തന്നെ. എക്സൈസ് സംഘവും പോലീസും സദാ ജാഗരൂകരാണ്. മാരക ലഹരി വസ്തുക്കൾ പിടികൂടുന്നതിനും വ്യാപനം തടയുന്നതിനും എക്സൈസ് പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ചിരിക്കുന്നു. ഇവർ ഉറവിടം കണ്ടെത്തി നാടിനെ രക്ഷിക്കാൻ രാവും പകലും ശ്രദ്ധിക്കുകയാണ്. ഈ ഡ്രഗ്സിൻ്റെ ഈ അതിപ്രസരം ഉള്ളത് കൊണ്ട് കേരള ഗവൺമെൻറ് ഓപ്പറേഷൻ ക്ലീൻ സ്ലേറ്റ് എന്ന് പറഞ്ഞ ഒരു പദ്ധതി ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നിരവധി സ്ഥലങ്ങളിൽ പല രീതിയിലുള്ള റെയ്ഡുകൾ, പല രീതിയിലുള്ള പരിശോധനകൾ, പല രീതിയിലുള്ള ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുന്നത്, അങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഫലമായിട്ട് ഒത്തിരി കേസുകൾ എടുക്കുന്നുണ്ട്. ഇന്ന് പെരുമ്പാവൂർ മേഖലയിൽ ഇന്ന് ഒരു മീഡിയം ക്വാണ്ടിറ്റി ഹെറോയിനായിട്ട് ഒരു അന്യസംസ്ഥാന തൊഴിലാളിയെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ കാര്യങ്ങൾ നടന്നു വരുന്നു ഇവിടെ. പിന്നെ പറയാനുള്ളത് ശരിക്കും പറഞ്ഞെങ്കിൽ എല്ലാവരും, എല്ലാ മാതാപിതാക്കളും അവരവരുടെ കുട്ടികളുടെ രീതി, അതായത് രീതിയും കുട്ടികളുടെ പെരുമാറ്റവും അവരുടെ സമീപനവും അവരോടുള്ള സമീപനവും വളരെ ശ്രദ്ധിക്കണം. കാരണം ഇതിൽ വ്യത്യസ്തമായിട്ട്, അതായത് സാധാരണ നിലയിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടാണ് അവർ നിങ്ങളോട് ബിഹേവ് ചെയ്യുന്നതെങ്കിൽ അത് നിങ്ങൾ കുറച്ചുകൂടെ അവർക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ നിങ്ങളവരെ നിരീക്ഷിക്കണം. പോലീസ് സേനയും സദാ ജാഗരൂകരാണ്. മുക്കിലും മൂലയിലും പരിശോധനകൾ കർശനമാക്കിയിട്ടുണ്ട്. സ്കൂളുകൾ കേന്ദ്രീകരിച്ചും നിരീക്ഷണം വ്യാപിപ്പിച്ചു കഴിഞ്ഞു. പോലീസ് സേന മാത്രമല്ല, വീടുകളിലും മാതാപിതാക്കൾ ശ്രദ്ധിക്കണമെന്ന മുന്നറിയിപ്പും പോലീസ് നൽകുന്നു. നമ്മൾ കൊച്ചി സിറ്റിനെ സംബന്ധിച്ച് ആൻറ്റി ഡ്രഗ് ക്യാമ്പയിൻ തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ഓപ്പറേഷൻ ഡ്രഗ് ഫെബ്രുവരി 22 മുതൽ ഓണാണ്. അത് ഈ മാസം മുഴുവനും ഉണ്ടാവും, അത് ഈ വർഷം മുഴുവനും ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരുപാട് കേസുകൾ നമ്മൾ പിടിക്കുന്നുണ്ട്. അപ്പോൾ സോഴ്സിലേക്ക്
എത്താൻ പറ്റുന്നില്ല എന്ന് പറയുന്നത് തെറ്റാണ്. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ തന്നെ നമ്മൾ 3 സോഴ്സാണ് പിടിച്ചിരിക്കുന്നത്. ഒരാൾ ഒമാനിൽ നിന്നും കയറ്റിവിടുന്ന ആളും വേറെ ആൾക്കാരുടെ കൈ കൊടുത്തു വിടുന്ന ആളുമാണ്. അതുപോലെ നമ്മൾ ബാംഗ്ലൂരിൽ നിന്നും 2 സോഴ്സ് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതൊരു നെറ്റ്വർക്ക് ഓഫ് പ്രതികളാണ്. അങ്ങനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് വരുമ്പോഴത്തേക്കും പലപ്പോഴും ഒഡീഷയുടെ നക്സൽ ബാധിത പ്രദേശങ്ങളിലായിരിക്കാം ഈ പ്രതികൾ ഇരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ സോഴ്സിലേക്ക് എത്തുന്നത് ബുദ്ധിമുട്ടാണ്, പക്ഷെ നമ്മൾ പരമാവധി അത് ചെയ്യുന്നുണ്ട്. പിന്നെ ഉള്ള കാര്യം, ഇപ്പം ഒരു വീട്ടിൽ തന്നെ കുട്ടി ഡ്രഗ് അബ്യൂസ് ചെയ്യുകയാണെങ്കിൽ പേരൻസ് അത് പറയാൻ മടിക്കരുത്. ഇപ്പം നമുക്ക് നിയറസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യുക. ഇപ്പം നിങ്ങൾക്ക് എവിടെയാണ് ഡി അഡിക്ഷൻ സെൻറ്റർ ഉള്ളതെന്നൊന്നും ചിലപ്പോൾ ഇൻഫർമേഷൻ ഉണ്ടായിന്ന് വരില്ല. പക്ഷേ സ്റ്റേഷനിൽ കൊച്ചി സിറ്റി സംബന്ധിച്ച് എല്ലാ സ്റ്റേഷൻസിലും എറണാകുളം ജില്ലയിൽ മൊത്തമുള്ള ഡി അഡിക്ഷൻ സെൻറ്റേഴ്സ്, അതിപ്പോൾ ഗവൺമെൻറ് റൺ ആണെങ്കിലും പ്രൈവറ്റ് ഫെസിലിറ്റി ആണെങ്കിലും എല്ലാ ഡീറ്റെയിൽസും കോൺടാക്ട് നമ്പറും അവിടെ എത്ര ബെഡ് ഉണ്ട്, അതുപോലെ എന്തൊക്കെ സേവനങ്ങൾ ഓരോ ഡി അഡിക്ഷൻ സെൻറ്ററിലും ലഭ്യമാണെന്നുള്ളത് ഡോക്യുമെൻ്റ് ചെയ്തിട്ടുണ്ട് ഓരോ പോലീസ് സ്റ്റേഷനിലും. കൊച്ചി നഗരസഭയും പോലീസും എക്സൈസുമായി കൂടിച്ചേർന്നുകൊണ്ട് ലഹരിക്കെതിരായ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാവുകയാണ്. നാട്ടിൽ നിന്നും തുടച്ചു നീക്കണം ഈ മാരക ലഹരികളെ. നമ്മുടെ നഗരത്തിൽ ലഹരിയുടെ ഒരു വർദ്ധിതമായ ഉപയോഗം ഉണ്ട് എന്ന ഒരുപാട് പരാതികൾ വരുന്നുണ്ട്. ഇതിൽ കുറച്ച് സാങ്കത്യമുണ്ട്. പക്ഷേ അനാവശ്യമായ ഭയം ജനിപ്പിക്കുന്ന വിധത്തിലും നമ്മളെ ടോട്ടലി ഡിസ്ക്രെഡിറ്റഡ് ആക്കുന്ന വിധത്തിലുമുള്ള ചില പ്രചരണങ്ങൾ രാജ്യത്തിനകത്ത് നടത്താൻ നമ്മുടെ ഇവിടെ തന്നെയുള്ള പലരും ശ്രമിക്കുന്നതും ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യമല്ല. കാരണം ഇതിനേക്കാൾ പലതരത്തിലുള്ള പ്രശ്നങ്ങളുള്ള പല നഗരങ്ങളും പല സ്ഥലത്തും ഇതിനേക്കാൾ വലിയ വൻ നഗരങ്ങളും ഉണ്ട്. പക്ഷേ ഇതൊരു വലിയ പ്രശ്നമായി തന്നെ കണക്കിലെടുത്തുകൊണ്ട് നഗരസഭ പോലീസും എക്സൈസുമായി ചേർന്ന് ഈ പ്രവർത്തനങ്ങളിൽ കൂട്ടായി ഇടപെടാൻ പോവുകയാണ്. പോലീസിന് ചെയ്യാൻ കഴിയാത്ത ചില കാര്യങ്ങൾ ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയും, ചില വിവരങ്ങൾ കൊടുക്കാൻ കഴിയും, ജനങ്ങളുടെ സഹകരണം ഉറപ്പുവരുത്താൻ കഴിയും, റെസിഡൻസ് അസോസിയേഷൻ ഈ പ്രവർത്തനങ്ങളുമായി ബന്ധിപ്പിക്കാൻ കഴിയും. അതുമായി ബന്ധപ്പെട്ടൊരു ആലോചനാ യോഗം ഞാനും ബഹുമാനപ്പെട്ട പോലീസ് കമ്മീഷണറും കളക്ടറും തമ്മിൽ ആലോചിച്ചിരുന്നു. ഞങ്ങൾ ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ ഇരുന്ന് ഇത്തരം കാര്യങ്ങളിൽ എങ്ങനെ നഗരസഭയും പോലീസും കൂടി ഒരുമിച്ച് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യും എന്നതിനെ സംബന്ധിച്ച് ആലോചിക്കും. നമ്മുടെ നഗരം ഒരു മയക്കുമരുന്നിൻ്റെ ഒരു താവളമായി മാറാതിരിക്കാൻ ആവശ്യമായിട്ടുള്ള മനുഷ്യസാധ്യമായ മുഴുവൻ പ്രവർത്തനങ്ങൾക്കും തീർച്ചയായിട്ടും ഞങ്ങൾ എല്ലാവരും സഹകരിച്ച് പ്രവർത്തിക്കും. നാളെയുടെ പുലരി സന്തോഷത്തിൻ്റെതാകട്ടെ. അക്രമങ്ങളിൽ ഇല്ലാത്ത, ലഹരിക്ക് വേണ്ടി മാതാപിതാക്കളെയും സഹോദരങ്ങളെയും കൊലപ്പെടുത്താത്ത, മോഷണവും പിടിച്ചുപറിയും നടമാടാത്ത നല്ല നാളുകൾക്കായി നമുക്ക് കാത്തിരിക്കാം. പറയാം ലഹരിയോട് ഗുഡ് ബൈ.